വെൽക്കം ടു വിഹാൻസ് റെസിപ്പീസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി റൈസ് ആണ് കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം തന്നെ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. അതോടൊപ്പം നമ്മുടെ കുരുമുളക്, പിന്നെ ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. മുഴുവനെയുള്ള കായമാണെങ്കിലും വറുത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ഗാർലിക്ക്, ഗ്രീൻ ചില്ലി, പിന്നെ നമ്മുടെ കറി ലീവ്സ്. ഇത് ഇത്രയും ഒന്ന് അരച്ച് എടുക്കുക. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ടാമറിൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പിഴിപുളി. അത് വളരെ കുറച്ച് എമൗണ്ട് മതി കേട്ടോ. അത് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഒനിയൻ ഇവിടെ സോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുത്ത് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും റെഡിയായി. പിന്നെ നമ്മുടെ ടെർമറിക് പൗഡർ, പിന്നെ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ മസാലയുടെ കൂട്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ടാമറിൻ ജ്യൂസ്, പുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനിയും നമ്മൾ റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ്സാണ് ബിരിയാണി റൈസ് എടുത്തിരിക്കുന്നത്. സോ നമ്മൾ 2 ഗ്ലാസ് വെള്ളം എടുക്കണം. സോ 1 ഗ്ലാസ് വെള്ളവും അതോടൊപ്പം തന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോക്കനട്ട് മിൽക്കാണ്. സോ 1 ഗ്ലാസ് വാട്ടറും 1 ഗ്ലാസ് കോക്കനട്ട് മിൽക്കുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ പുറത്തുനിന്ന് വാങ്ങുന്ന കോക്കനട്ട് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ല, നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ 2ാം പാല് 1 ഗ്ലാസ്, പിന്നെ 1ാം പാല് 1 ഗ്ലാസ്, അങ്ങനെ കണക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പുളിവെള്ളത്തിൻ്റെയും കൂടെ ഒരു ഇത്തിരി കൂടുതലായിട്ട് ഉണ്ട് ഇതിനകത്ത്, വെള്ളത്തിൻ്റേത് എമൗണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള, ഞാൻ ഏകദേശം 15 മിനിറ്റ്സോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി റൈസ്, അത് ചേർത്ത് കൊടുത്തു. അപ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ഒരിത്തിരി മുന്നോട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, എന്നെങ്കിലേ അത് കുക്കായി വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്.